നമ്മളെ കസ്റ്റമർ ആവശ്യപ്രകാരം നമുക്ക് ഇതേപോലെ ആടുന്ന മൊമെന്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഒരു ചാർട്ട് പേപ്പർ, പേന, പിന്നെ കസ്റ്റമർ അയച്ചുന്ന ഫോട്ടോ. അപ്പം കസ്റ്റമർ അയച്ചുന്ന ഫോട്ടോ ഞാൻ ഈ തടിയിലോട്ട് നമുക്കിങ്ങനെ നല്ല ശ്രദ്ധപൂർവ്വം വരച്ച് കറക്റ്റ് ചെയ്ത് കിടക്കുന്നത് ഇതേപോലെ. ഇനി അടുത്ത പരിപാടി നല്ല മകാണി നല്ല കിടിലം പലവ എടുത്തിട്ടുണ്ട്. ആ പലവയുടെ ഒരു കാം ഷീറ്റ് വെക്കുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ വരച്ച ആ ഒരു പടമില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ആ പെൻസിൽ വെച്ച് അതിൻ്റെ പുറത്തുകൂടെ തന്നെ വരച്ച് പകർത്തി കൊടുക്കാം. അപ്പോൾ തടിയിൽ നമ്മൾ നല്ല സൂപ്പറായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു പുതുജീവൻ കൊടുക്കണം. നമ്മൾ ഇതിനൊരു രൂപത്തിലേക്ക് എത്തിക്കുക എന്നത് സിമ്പിൾ പരിപാടിയാണ്. കണ്ടില്ലേ, നമ്മൾ ഈ വരച്ചിങ്ങനെ വരയുടെ പുറത്തൂടെ തന്നെ നമ്മൾ റൂട്ടർ മെഷീൻ എടുത്ത് വെച്ചിട്ട് ആ വരയുടെ പുറത്തൂടെ തന്നെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് കണ്ട ഇതേപോലെ ഡിസൈൻ കിട്ടും. ഇനി ഈ തയ്യൽ മെഷീൻ പോലെ ഈ മെഷീൻ വെച്ചിട്ട് കണ്ട ആ ഔട്ട്ലൈൻ്റെ പുറത്തുകൂടെ നമ്മൾ അതിസൂക്ഷ്മമായ രീതിയിൽ ഇങ്ങനെ പതുക്കെ കട്ട് ചെയ്തെടുക്കണം. ഇനി സാനിറ്ററി മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ഈ കട്ട് ചെയ്ത സൈഡും അടിച്ച സൈഡും എല്ലാം നല്ല പേപ്പർ നാരെല്ലാം മാറി. ഇനി നമുക്ക് ആ മൊമെന്റ് നമുക്ക് ആ ബേസിലോട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ കളർ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഇതിൽ ആ കൊളുത്തില്ല, ആ കൊളുത്തും നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് അതിനെ തൂക്കിയിടാം. ക്ലിയർ അടിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ മൊമെന്റ് റെഡി ആയിട്ടുണ്ട്. കണ്ട, അപ്പോൾ നമ്മളെ മൊമെന്റ് ലാസ്റ്റ് തീർന്നിട്ടുണ്ട്. കണ്ട കൊളുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ട ആട്ടം കണ്ട. അപ്പോൾ ഇതിലാണ് മാറ്ററൊക്കെ വരണത്. ഇഷ്ടംപോലെ വേറെയും കളക്ഷനുമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മൊമെന്റ് വേണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ ആദ്യം പിന്നെ അടുത്ത് കാണാം.